നമസ്കാരം. ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC. KSEBയിലെ ഇടതുപക്ഷ സംഘടനകൾ ഈയിടെ ഒരു സമര ആഹ്വാനം നടത്തി. ആ സമരാഹ്വാനം പൊട്ടിപ്പാളീസായി, പരാജയപ്പെട്ടു. അമ്പേ പരാജയമായിരുന്നെങ്കിലും അത് വിജയിച്ചു എന്ന് വരുത്തുന്നതിന് വേണ്ടി KSEBയും മന്ത്രിയും മാനേജ്മെന്റും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു സബ് കമ്മിറ്റിയെ ഉണ്ടാക്കുവാൻ പോവുകയാണ്. ആ സബ് കമ്മിറ്റി നിയമപരമായി നിലനിൽക്കില്ല, അങ്ങനെ ഒരു സബ് കമ്മിറ്റി പറ്റില്ല എന്ന് KSEBയിലെ ജീവനക്കാരെയും മാനേജ്മെന്റിനെയും ഗവൺമെന്റിനെയും ഒക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് ഒരു ഡോക്ടർ ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് എഴുതുകയുണ്ടായി. സ്റ്റെതസ്കോപ്പ് കണ്ടിട്ടില്ലാത്ത ആ ഡോക്ടർ പറയുന്നത് 1/11/2023 കേരള ഗവൺമെന്റ് ഇറക്കിയ ആ ഉത്തരവ്, അത് കോടതിയിൽ പെൻഷൻ കൂട്ടായ്മ സ്റ്റേ ചെയ്യുകയുണ്ടായി. അവരത് സ്റ്റേ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം KSEBക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഡ്യൂട്ടി സർക്കാർ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അവരുടെ ആ നേട്ടത്തെ ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾ എല്ലാവരും കൂടെ ചേർന്ന NCCOE എന്ന കൂട്ടായ്മ അതവര് അടിച്ചെടുക്കാൻ നോക്കുകയാണ്. അവർ പറയുന്നു, കോടതിയിൽ ഗവൺമെന്റ് ആ കേസ് പിൻവലിക്കാൻ തയ്യാറായിരിക്കുന്നു, അത് ഞങ്ങളുടെ സമരത്തിന്റെ നേട്ടമാണെന്ന് അവർ പറഞ്ഞ് സമരത്തിന്റെ നേട്ടത്തിന്റെ പേരിൽ അതിനെ വീമ്പടിച്ചുകൊണ്ട് അവർ പറയുകയാണ് അത് ഗവൺമെന്റ് തീരുമാനമെടുത്തു, അത് ഞങ്ങളുടെ നേട്ടമെന്ന്. അവരതിനകത്തൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ സമരത്തിന്റെ നേട്ടമെങ്കിൽ നിങ്ങൾ DA വാങ്ങിത്തരണം. അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ബോർഡ് യോഗത്തിൽ DA കിട്ടുമെന്ന് ഇന്നൊരു മെസ്സേജ് കണ്ടു. ഒരു DA കിട്ടിയാൽ പോരാ, 20% DA കിട്ടിയാലേ അത് സമരവിജയമാവുള്ളൂ. അതുകൊണ്ട് ഒരു DA മുമ്പേ ബോർഡ് തീരുമാനമെടുത്ത് വിട്ടതാണ്, അതും നിങ്ങളുടെ മുഖം രക്ഷിക്കാനുള്ളതല്ല എന്ന് കൂടി അറിയിക്കുകയാണ്, ജീവനക്കാരെ അറിയിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. UDF കാലത്ത് 10 വർഷത്തേക്ക് ഡ്യൂട്ടി പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി എടുത്തുകൊള്ളാൻ പറഞ്ഞതാണ്. പക്ഷേ 10 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ തിരിച്ച് ആ തുക ഗവൺമെന്റിലേക്ക് എടുക്കാൻ ഗവൺമെന്റ് ഉത്തരവിറക്കി. നിങ്ങളുടെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായി വിജയൻ മുഖ്യമന്ത്രി, നിങ്ങളുടെ ബോർഡ്, നിങ്ങളാണ് ഉത്തരവ് പിടിച്ചത്. പെൻഷൻ കൂട്ടായ്മ കേസിന് പോയതുകൊണ്ട് മാത്രമല്ലേ ഇത്രയും നാൾ പിടിച്ചു നിന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷം കിട്ടിയ ഡ്യൂട്ടി ഇനത്തിൽ കിട്ടിയ 12,000 കോടി രൂപ പെൻഷൻ ട്രസ്റ്റിൽ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് നിക്ഷേപിപ്പിക്കുന്നില്ല? നിങ്ങൾ അമ്പേ പരാജയമാണ്. ഇനിയുള്ള നാളുകളിൽ ഈ ഡ്യൂട്ടി പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാൻ തരണമെന്ന് ഗവൺമെന്റിനോട് പറയാൻ നിങ്ങൾക്ക് എന്റെ ആർജവമില്ലാത്തത്? UDF സർക്കാർ ചെയ്തതുപോലെ അടുത്ത ഒരു 10 വർഷം കൂടി ഈ ഡ്യൂട്ടി തുക മാസ്റ്റർ ട്രസ്റ്റിലേക്ക് കൊടുക്കുവാൻ ഗവൺമെന്റിലേക്ക് ഉത്തരവിറക്കിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഇവിടെ UDF കാലത്ത് കിട്ടിയ തുക പോലും അത് തരാതെ ഇനിയും കൊടുക്കണ്ടെന്ന് ഉത്തരവിറക്കിയവരാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഗവൺമെന്റ് 6/3/2025 ഒരു ഉത്തരവിറക്കി. എന്തോ ഉത്തരവ്? ഡ്യൂട്ടി കിട്ടുന്ന തുക സർക്കാർ KSEBക്ക് നൽകുവാനുള്ള, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ KSEBക്ക് നൽകുവാനുള്ള തുകയിൽ തട്ടിക്കിഴിക്കുമെന്ന്. നിങ്ങൾ സമരത്തിന്റെ വിജയമായിട്ട് കൊട്ടിഘോഷിക്കുന്ന നിങ്ങൾ പറയുന്നു അത് ഡ്യൂട്ടി തുക നമുക്ക് KSEBയിലെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പിക്കുന്നതിന് വേണ്ടി കിട്ടുമെന്ന് പറയുന്നു. അത് പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പറയുന്നു 6/3/2025 ഉത്തരവിറക്കിയിരിക്കുന്നു. അത് കേന്ദ്രത്തിൽ നിന്നും വായ്പ എടുക്കുന്നതിന് വേണ്ടി, കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കൂട്ടുന്നതിന് വേണ്ടി നിങ്ങൾ പറയുന്നു 718.02 കോടി രൂപ വിവിധ സ്ഥാപനങ്ങൾ, വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെ, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ KSEBക്ക് തരാനുള്ള കടം മുഴുവൻ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. എന്നിട്ട് ആ പൈസ ഇങ്ങോട്ട് തരികയല്ല ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? ആ പൈസ തരുന്നതിന് പകരം ഡ്യൂട്ടിയിൽ തട്ടിക്കിരിക്കൂ എന്ന് പറയുന്നു. ഡ്യൂട്ടി പണം മാസ്റ്റർ ട്രസ്റ്റിലേക്ക് നൽകുമെന്ന് പറയുന്നു. 1545.1 കോടി രൂപ ഗവൺമെന്റ് ഇപ്പൊ കൊടുക്കണമെന്ന് അവർ പറയുന്നത്. അപ്പൊ ഒരു കാര്യത്തെ തന്നെ 2 പേർക്ക് കൊടുക്കുക, ഒരേ സമയം 2 പേർക്ക് കൊടുക്കുന്ന ആ മാജിക്ക് കാണിക്കുവാൻ ഇടതുപക്ഷ ഗവൺമെന്റിനും ഈ NCCOക്കാരനും, അതല്ല ഈ 53% മാത്രമേ പറ്റൂ. ജീവനക്കാരെ വിഡ്ഢികളാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ജീവനക്കാർ ഇത് തിരിച്ചറിയണം.
ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ പുതിയ സബ് കമ്മിറ്റി ഉണ്ടല്ലോ, ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ചിലര് ബോർഡിലെ ഒരു യൂണിയനിലും നേതൃത്വത്തിൽ ഇരിക്കുന്നവരോ ഭാരവാഹികളോ അംഗങ്ങളോ അല്ലാത്തവരാണ്. അപ്പൊ ആ സബ് കമ്മിറ്റി എങ്ങനെ നിലനിൽക്കും? മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, NCCOE എന്ന് പറയുന്നത് അതൊരു ട്രേഡ് യൂണിയൻ ആണോ? അല്ല. അതൊരു ഫെഡറേഷൻ ആണോ? അതായത് ട്രേഡ് യൂണിയൻ ചേർന്ന ഫെഡറേഷൻ ആണോ? ആണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? നാളിതുവരെ ബോർഡ് നടന്നിട്ടുള്ള ഏതെങ്കിലും ചർച്ചയിൽ NCCOയുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ടോ? EFIയുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ടോ? അപ്പോൾ അവർ പണിമുടക്ക് ആഹ്വാനം കൊടുത്തതിന്റെ പേരിൽ അവരെ വിളിച്ചൊരു ചർച്ച ചെയ്യുക, അവരെ വിളിച്ച് ചർച്ച ചെയ്തിട്ട് അവരുടെ ഭാരവാഹികൾ എന്ന് പറയുന്ന അവർ വെറുതെ പറയുന്നു. ബോർഡിൽ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടോ? നാളെ ഞങ്ങൾ ചോദിക്കുക ബോർഡിനോട്, അങ്ങനെ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടോ? നിങ്ങളെ ഏതെങ്കിലും ചർച്ചയിൽ നാളിതുവരെ ബോർഡ് വിളിച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ളവരുടെ ആൾക്കാരെ വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ബോർഡിലെ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ആര് അനുവാദം നൽകി? ബോർഡ് ചെയർമാനും മന്ത്രിയും പവർ സെക്രട്ടറിയും ഒക്കെ ഈ തെറ്റിന് കൂട്ടുനിന്നിരിക്കുകയാണ്. NCCOക്കാർ തന്നെ പറയുന്നു, അവർ പറയുന്നു അവരൊരു കൂട്ടായ്മയാണ്, അതിനകത്ത് ഓഫീസർ സംഘടനയുണ്ട്, പെൻഷനേഴ്സ് ഉണ്ട്, ട്രേഡ് യൂണിയൻ ഉണ്ടെന്ന്. ട്രേഡ് യൂണിയൻ ഒപ്പം നിന്ന് സമരം ചെയ്യാനുള്ള അവകാശം ഓഫീസർമാർക്കുണ്ടോ? 2017 ബോർഡ് ഉത്തരവിറക്കിയത് ഓഫീസർമാർക്ക് ട്രേഡ് യൂണിയൻ റൈറ്റ് ഇല്ല എന്ന്. കേരള ഗവൺമെന്റ് സർവീസ് കോൺട്രാക്ട് റൂൾസ് 1960 അതിന്റെ 76 തൊട്ട് 79 വരെയുള്ള റൂൾസിൽ പറയുന്നത് എന്താണ്? ഓഫീസർമാർക്ക് ഇത് പറ്റില്ല. അപ്പൊ അവരും ട്രേഡ് യൂണിയനോട് ചേർന്ന് കഴിഞ്ഞാൽ അതെങ്ങനെ നിലനിൽക്കും? നിയമവിരുദ്ധമായ ഒരു കാര്യത്തിന് ബോർഡ് CMD കൂട്ടുനിൽക്കുകയല്ലേ, മന്ത്രി കൂട്ടുനിൽക്കുകയല്ലേ, പവർ സെക്രട്ടറി കൂട്ടുനിൽക്കുകയല്ലേ? ബോർഡിലെ ലൈൻമാൻ അല്ലെങ്കിൽ ഒരു കാഷ്യറുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പാളിച്ച ഉണ്ടായാൽ 3-4 ഇൻക്രിമെന്റ് പിടിക്കുന്ന നിങ്ങൾ, ജീവനക്കാരെ പീഡിപ്പിക്കുന്ന ഓഫീസർമാരെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? മാനേജ്മെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെ ഓഫീസർമാരും ട്രേഡ് യൂണിയനോട് ചേർന്നുകൊണ്ടുള്ള ഇല്ലീഗൽ കോർഡിനേഷന് അവരൊരു നോട്ടീസ് നൽകിയതിന്റെ പേരിൽ അവരെ മാത്രം വെച്ചുകൊണ്ട് നിങ്ങളൊരു കമ്മിറ്റി വെച്ചാൽ ആ കമ്മിറ്റിയെ ഞങ്ങൾ ചോദ്യം ചെയ്യും. ആ കമ്മിറ്റിക്ക് ബോർഡിലെ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആ കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ബോർഡിലെ രജിസ്ട്രേഡ് സംഘടനകളെ മുഴുവൻ വിളിക്കണം. അതല്ലെങ്കിൽ പെൻഷൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ 1/8/2014 ഒപ്പുവെച്ച ത്രികക്ഷി കരാറിൽ ഒപ്പുവെച്ച എല്ലാ സംഘടനകളെയും വിളിക്കണം. അവർക്കാണ് അതിന്റെ ലോക്കസ് സ്റ്റാൻഡി ഉള്ളത്, അല്ലാതെ മറ്റാർക്കും ഇല്ല. അതുകൊണ്ട് ഭരണം ഉണ്ടെന്നുകൊണ്ട് എന്തും ആകാമെന്ന് കരുതരുത്. അതുകൊണ്ട് പറയുകയാണ്, വൈദ്യന്മാരും യാതൊരു സംഘടനയിലും അംഗങ്ങളല്ലാത്തവരും ഒക്കെ ഉള്ള ഒരുപറ്റം റിട്ടയർ ചെയ്തവർ മാത്രമുള്ള ഈ സബ് കമ്മിറ്റി നിലനിൽക്കില്ല. ജീവനക്കാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണെങ്കിൽ അതിന് ജീവനക്കാരുടെ സംഘടനകളെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയുള്ള ഒരു സബ് കമ്മിറ്റിക്ക് മാത്രമേ ചർച്ച ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത സബ് കമ്മിറ്റി എന്ന് പറയുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. NCCOE ഒരു ഫെഡറേഷനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതല്ല. ഒരുപക്ഷെ കേന്ദ്രത്തിൽ അവരെന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഓഫീസർമാർക്കും ട്രേഡ് യൂണിയനും കൂടെ ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. അത് കേരള ഗവൺമെന്റ് സർവീസ് കോൺട്രാക്ട് റൂൾസിന് വിരുദ്ധമാണ്. ആ സർവീസ് കോൺട്രാക്ട് റൂൾസിന് വിരുദ്ധമായിട്ടുള്ള ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക IAS ഉൾപ്പെടെയുള്ള ചെയർമാൻ, അതല്ലേ പവർ സെക്രട്ടറി, അല്ലെ മന്ത്രി വിട്ടു, മന്ത്രിക്ക് അവർ പറയുന്നതേ അറിയുള്ളൂ, പോട്ടെ. അപ്പോൾ ഇത്രയും പേര് ചെയ്തുകൊണ്ട് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം, അത് കേരള ജനതയ്ക്ക് തന്നെ നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യാൻ, സർക്കാർ സർവീസിലുള്ള ജീവനക്കാർക്കും മറ്റുള്ളവർക്കും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് KICBയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കിയ ബോർഡ് ഓർഡർ റദ്ദ് ചെയ്യണം, പുതിയ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.